ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPI ഇപ്പോൾ CPMന്റെ ഘടകകക്ഷിയായി പ്രവർത്തിക്കുന്നു. LDFലെ ഏറ്റവും നിർണായകമായ പല തീരുമാനങ്ങളിലും വ്യക്തമായി മറുപടി പറയുകയും വിമർശനങ്ങൾ ഉയർത്തുകയും ചെയ്യുന്ന ഒരു വൻനിരയുണ്ടായിരുന്നു CPI. വെളിയം ഭാർഗവൻ അടക്കമുള്ള ഒരു നേതൃനിര. ആ നേതൃനിര നയിച്ചു മുൻപോട്ട് കൊണ്ടുപോയ CPIക്ക് ഇപ്പോൾ ഇതെന്തു പറ്റി എന്ന ചോദ്യം പ്രകടമായി നിൽക്കുകയാണ്. CPMന്റെ പല രാഷ്ട്രീയ തീരുമാനങ്ങൾക്കെതിരെയും ശബ്ദമുയർത്തിയിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു CPI. പക്ഷേ ഇപ്പോൾ അവർക്ക് അത്ര കടുപ്പത്തിൽ അല്ലെങ്കിൽ അത്ര ഒച്ചത്തിൽ CPIയുടെ രാഷ്ട്രീയ നയങ്ങൾക്ക് വിരുദ്ധമായുള്ള ചില പ്രവർത്തികൾക്കെതിരെ ശബ്ദമുയർത്തുവാൻ കഴിയാതെ പോകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ CPMന്റെ രാഷ്ട്രീയ നിലപാടുകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന പന്ന്യൻ രവീന്ദ്രനെ പോലെയുള്ള സി ദിവാകരനെ പോലെയുള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരുമുണ്ട്. അത് തള്ളിക്കളയുവാൻ കഴിയുന്നതുമല്ല. എന്നാൽ പഴയകാല പ്രൗഢി പോലെ CPIക്ക് അത്ര ഉച്ചത്തിൽ CPMനെതിരെ ശബ്ദമുയർത്തുവാൻ കഴിയുന്നില്ല. ഒരു പ്രധാന ഘടകകക്ഷിയാണ് എന്ന തരത്തിൽ പോലും പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള CPMന്റെ ചില രാഷ്ട്രീയ തീരുമാനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതായത് പ്രധാനമായും പറഞ്ഞാൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് CPM ഏകപക്ഷീയമായി എടുത്ത പല തീരുമാനങ്ങളുമുണ്ട്. അതിൽ എന്തെങ്കിലും ഒരു മറുപടി പറയണ്ടേ എന്ന തരത്തിലേക്കുള്ള ചില മറുപടികൾ മാത്രമാണ് CPI പറഞ്ഞിട്ടുള്ളത്. അതിൽ പലതും CPM മുഖവരയ്ക്കെടുക്കാതെ പോയിട്ടുമുണ്ട്. പഴയ കാലഘട്ട രീതിയിലായിരുന്നുവെങ്കിൽ CPI വ്യക്തമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തേനെ. മാത്രമല്ല മുസ്ലിം ലീഗിനെ വല്ലാതെ അങ്ങ് പ്രണയിക്കുന്ന ഒരു രീതി CPM പ്രകടിപ്പിച്ചത് CPIയെ ചൊടിപ്പിച്ചിട്ടുമുണ്ട്. എന്നാൽ കോൺഗ്രസ് ഇത് തക്കമായി കണ്ട് CPIയെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നുമുണ്ട്. അത്ര വേരോട്ടമില്ലാത്തൊരു പാർട്ടിയല്ല CPI എന്ന ബോധ്യമുള്ളത് കൊണ്ടുകൂടിയാണ് കോൺഗ്രസ് അങ്ങനെ ഒരു സ്വീകരണം CPIക്ക് UDF പക്ഷത്തിലേക്ക് നൽകുന്നത്. ഒരു കാലത്ത് നിയമസഭയ്ക്കുള്ളിൽ ഉണ്ടായിരുന്ന നേതാക്കന്മാരിൽ ഭൂരിപക്ഷവും CPIക്കാരായിരുന്നു. അങ്ങനെ CPMന്റെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ടിയായി മാത്രം താന്നുപോയി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPIക്ക് കൊടുത്തിട്ടുള്ള സീറ്റുകൾ പരിശോധിച്ചാൽ അതിലെല്ലാം പരാജയ സാധ്യത ഏറെയുള്ളത് തന്നെയായിരുന്നു. ഒന്ന് തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നല്ലൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ പോലും എന്നാൽ അവിടെ ഉണ്ടായ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയം, കൂടാതെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം, അത്തരത്തിൽ പാർട്ടി നേതാക്കന്മാരെ പരാജയപ്പെടുത്തുന്ന തരത്തിലേക്കുള്ള പല പ്രവൃത്തികളും മുൻപോട്ട് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ പരാജയപ്പെട്ടു പോയൊരു നേതാവായിരുന്നു സുനിൽകുമാർ എന്ന ഒരു വാദം CPIക്കുള്ളിൽ നിന്ന് ഉയരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ CPI ചില കടുത്ത നിലപാടുകൾ സ്വീകരിക്കുവാൻ പോകുന്നു എന്നും വാർത്തകൾ വരുന്നുണ്ട്. UDFനോടൊപ്പം ചേരുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം. അത് ശരിയാണോ എന്നുള്ളത് വരും ദിവസങ്ങളിൽ നിന്ന് അറിയേണ്ടത് തന്നെയാണ്. സർക്കാർ തീരുമാനങ്ങളെ എതിർത്തും വിമർശിച്ചും മാധ്യമ ശ്രദ്ധയും കയ്യടിയും നേടുന്ന പരിപാടിയുമായി വീണ്ടും CPI രംഗത്തെത്തിയിട്ടുണ്ട്. ബ്രൂവറി അനുമതിയെ ശക്തമായി എതിർക്കുമെന്ന പാർട്ടി യോഗങ്ങളിലും മാധ്യമങ്ങൾക്ക് മുന്നിലും ആണയിട്ട ശേഷം മുന്നണി യോഗത്തിൽ അതിനോട് യോജിച്ചതിൻ്റെ ക്ഷീണം മറയ്ക്കാനാണ് CPIയുടെ പുതിയ നീക്കം. PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പളം കൂട്ടിയതിന് എതിരെ പ്രതികരിച്ചുകൊണ്ടാണ് CPI സംഘടനകൾ വീണ്ടും കയ്യടി നേടാൻ ഇറങ്ങിയിരിക്കുന്നത്. CPIയുടെ 4 മന്ത്രിമാർ കൂടി അംഗങ്ങളായ മന്ത്രിസഭ കൈക്കൊണ്ട PSC ചെയർമാന്റെയും അംഗങ്ങളുടെയും ശമ്പള പരിഷ്കരണത്തെ വിമർശിച്ച് ആദ്യം പാർട്ടിയുടെ യുവജന സംഘടനയായ AIYFും പിന്നീട് തൊഴിലാളി സംഘടനയായ AITUCയുമാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ബ്രൂവറി അനുമതിയിലും ഇതേ നാടകമാണ് CPI സംഘടനകൾ അരങ്ങേറിയത്. CPI മന്ത്രിമാർ കൂടി യോജിച്ചുകൊണ്ടെടുത്ത തീരുമാനത്തെ വിമർശിച്ച് പാർട്ടിയും പോഷക സംഘടനകളും രംഗത്തെത്തുകയായിരുന്നു. മന്ത്രിസഭാ യോഗത്തിന് മുൻപ് ബ്രൂവറിക്ക് അനുമതി നൽകുന്നത് പരിഗണനയ്ക്ക് വരുന്നുണ്ടെന്ന് മന്ത്രിമാർ അറിയിച്ചപ്പോൾ കൈപൊക്കിക്കൊള്ളാൻ അനുമതി കൊടുത്ത സംസ്ഥാന നേതൃത്വമാണ് പിന്നീട് പദ്ധതിക്കെതിരെ പൊറാട്ട് നാടകം കളിച്ചത്. അതിൻ്റെ തനിയാവർത്തനമാണ് പബ്ലിക് സർവീസ് കമ്മീഷനിലെ ശമ്പള പരിഷ്കരണത്തിലും CPI സംഘടനകൾ നടത്തുന്നത്. അടിസ്ഥാന വിഭാഗങ്ങൾക്കുള്ള വേതനവും ആനുകൂല്യങ്ങളും പോലും കൃത്യമായി നൽകാൻ കഴിയാഞ്ഞപ്പോൾ PSC അംഗങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുന്നത് ഔചിത്യമല്ലെന്നാണ് AITUCയുടെ വിമർശനം. ഇടതു സർക്കാരിന് ചേരാത്ത നടപടി റദ്ദ് ചെയ്യണമെന്നും AITU സംസ്ഥാന കൗൺസിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ന്യായമായ വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ വിഭാഗക്കാർ പ്രക്ഷോഭം നടത്തുന്ന അവസരത്തിൽ
അവർ കൈക്കൊണ്ട തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നാണ് AIYFന്റെ പ്രസ്താവന. സർക്കാർ ജീവനക്കാർക്കും സ്കൂൾ പാചക തൊഴിലാളികൾക്കും വിവിധ ക്ഷേമ പെൻഷൻകാർക്കും കൃത്യമായ വേതനം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് ഇപ്രകാരം ഒരു തീരുമാനം സർക്കാർ കൈക്കൊള്ളുന്നു എന്നതും ആശങ്കയുളവാക്കുന്നു. ഓരോ വർഷം കോടിക്കണക്കിന് രൂപയുടെ അധിക ബാധ്യത ഉണ്ടാക്കുന്ന നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണം. ഇടതു നയത്തിൽ നിന്ന് സർക്കാർ വ്യതിചലിക്കരുതെന്നും AIYF സംസ്ഥാന പ്രസിഡന്റ് N അരുണും സെക്രട്ടറി TT ജിസ്മോനും ആവശ്യപ്പെടുന്നുണ്ട്. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ സ്കൂൾ പാചക തൊഴിലാളികൾ, ആശ, അംഗൻവാടി വർക്കർമാർ, പൊതുവിതരണ മേഖലയിലെ താൽക്കാലിക ജീവനക്കാർ, റേഷൻ വിതരണക്കാർ, സ്പെഷ്യൽ സ്കൂൾ ജീവനക്കാർ, സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളിൽ കരാർ താൽക്കാലിക ദിവസവേതന അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ളവർക്ക് അർഹമായ വേതന വർധനവ് നൽകുവാനും കൃത്യമായി വേതനം നൽകുവാനും സാധിക്കുന്നില്ല. സർക്കാർ പ്രഖ്യാപിച്ച മിനിമം വേതനം പോലും ലഭിക്കാതെ നാമമാത്രമായ വേതനം കൊണ്ട് ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് തൊഴിലാളികൾ നിലവിലുള്ളപ്പോൾ സാധാരണക്കാരായ ഇത്തരം വിഭാഗത്തെ പരിഗണിക്കാതെ ഇപ്രകാരമൊരു തീരുമാനം സർക്കാർ കൈക്കൊള്ളുന്നത് ഇടതുമുന്നണി സർക്കാരിന് ഭൂഷണമല്ലെന്ന് ATUC നേതൃത്വം ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ CPI മന്ത്രിമാർ കൂടി യോജിച്ചത് കൊണ്ടാണ് മന്ത്രിസഭാ തീരുമാനം വന്നതെന്ന പ്രാഥമിക കാര്യം മറന്നാണ് CPI സംഘടനകൾ പ്രസ്താവനയുമായി മാധ്യമങ്ങളിലേക്ക് പാഞ്ഞെത്തുന്നത്. കേവലം പ്രസ്താവന ഇറക്കിയും അത് മാധ്യമങ്ങളിൽ വാർത്തയാക്കുകയും ചെയ്യുന്നതോടെ CPIയുടെയും പോഷക സംഘടനകളുടെയും എതിർപ്പും പ്രതിഷേധവും തീരുന്നതാണ് സമീപകാലത്ത് കേരളം കണ്ടുവരുന്നത്. അത്തരത്തിലായിരുന്നില്ല CPI എന്ന ബോധ്യം ഇപ്പോൾ നിലവിൽ നേതൃനിരയിലുള്ള ബിനോയ് വിശ്വം അടക്കമുള്ള നേതാക്കന്മാർക്ക് ഉണ്ടാകണം.